നിത്യ അവളുടെ ഓഫീസിലേക്ക് വരുന്ന സമയത്ത് അവിടെയുള്ള എല്ലാവർക്കും ഒരേ മുഖമായിരുന്നു. നിത്യക്ക് ഒരു ആക്സിഡന്റിന് ശേഷം എല്ലാ ആണുങ്ങളെ കാണുമ്പോഴും അവളുടെ കാമുകന്റെ മുഖം മാത്രമാണ് പ്രത്യക്ഷമാവുന്നത്. ഇപ്പോ സന്ദീപ് എന്ന് പറഞ്ഞ ഒരു പയ്യൻ അവളെ വൺ സൈഡ് ആയിട്ട് ലവ് ചെയ്യുന്നുണ്ടായിരുന്നു. നിത്യയോട് തിരിച്ച് ഓഫീസിലേക്ക് ജോയിൻ ചെയ്യാൻ പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് ഓഫീസിൽ പോകാനായിട്ട് പേടിയായിരുന്നു. കാരണം എല്ലാവരെയും ഒരേ മുഖമായിട്ട് തന്നെ കാണുന്നോണ്ട് തന്നെ ആരൊക്കെ ഏതൊക്കെയെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതായിരുന്നു അവളുടെ ഏറ്റവും വലിയ പേടി. സന്ദീപില് പോലും അവൾ അവളുടെ കാമുകനായിട്ടുള്ള മൈക്കിളിന്റെ രൂപമാണ് കാണുന്നത്. പിറ്റേ ദിവസമാണ് നിത്യക്ക് തെറാപ്പിസ്റ്റിനെ കാണാനായിട്ട് ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവൾ അമ്മയെ പോയി വിളിക്കുമ്പോൾ അമ്മക്ക് കുറച്ച് പണിത്തിരക്കാണെന്നും അച്ഛനെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് അമ്മ പറയുന്നുണ്ട്. എന്നാൽ അവൾക്ക് അച്ഛനെ ചെറുപ്പം മുതലേ ഇഷ്ടമല്ലായിരുന്നു. അവളുടെ ഒരു കാര്യത്തിലും അച്ഛൻ എൻഗേജ്ഡ് ആയിട്ടില്ല. അമ്മ വരുന്നുണ്ടെങ്കിൽ വന്നാൽ മതി, അല്ലെങ്കിൽ ഞാൻ ഒറ്റക്ക് പൊക്കോളാന്ന് പറഞ്ഞ് നിത്യ ദേഷ്യപ്പെടുമ്പോൾ അമ്മ പണികളെല്ലാം അവിടെ ഇട്ട് നിത്യയുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. വഴി വെച്ച് അവള് മൈക്കിളിന്റെ പോലത്തെ ഒരാള് പെയിന്റ് ചെയ്യുന്നത് കാണുന്നുണ്ട്. ആക്ച്വലി മൈക്കിൾ ഒരു പെയിന്റിംഗ് ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പൊ ഇതെന്തായാലും മൈക്കിൾ ആയിരിക്കുമെന്ന് കരുതി നിത്യ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി ആ ഒരാളുടെ അടുത്ത് പോയി സംസാരിക്കുമ്പോൾ ആള് ഹിന്ദിയാണ് സംസാരിക്കുന്നത്. അപ്പൊ അത് മൈക്കിൾ അല്ലാന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ ഇവളുടെ ഈ ഒരു വെപ്രാളം കണ്ടിട്ട് നാട്ടുകാരൊക്കെ ഇവളോട് എന്താന്ന് വന്ന് ചോദിക്കുമ്പോൾ ആ നാട്ടുകാരെ എല്ലാവരും മൈക്കിളിനെ പോലെയാണ് അവൾക്ക് തോന്നുന്നത്. ഇതുകൊണ്ട് തന്നെ പേടിച്ച് നിത്യയും ഹോസ്പിറ്റലിൽ പോവാതെ അവിടെ നിന്ന് ഓടി അവളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ അച്ഛൻ പുറത്തേക്ക് വരുമ്പോൾ അച്ഛനെയും മൈക്കിളിനെ പോലെ തോന്നാണ്. അവൾ പേടിച്ച് വേഗം റൂമിൽ പോയി ഇരിക്കുന്നുണ്ട്. അമ്മ വന്ന് കാര്യം തിരക്കുമ്പോഴും അവൾ ഒന്നും പറയുന്നില്ല. മൈക്കിളിനായിട്ട് അവള് നല്ല സ്നേഹത്തിലായിരുന്നു. അവളുടെ ബർത്ത്ഡേക്കെല്ലാം മൈക്കിൾ സർപ്രൈസ് എല്ലാം കൊടുത്തിട്ട് അന്നൊരു ദിവസം അവള് അവന്റെ വീട്ടിലാണ് നിന്നതൊക്കെ. അവരങ്ങനെ നല്ല സ്നേഹത്തോടുകൂടി തന്നെ പോയ കപ്പിൾസ് ആയിരുന്നു. ഇപ്പൊ മൈക്കിളിനെ കാണാനില്ല എന്ന് അവന്റെ അച്ഛൻ പരാതി കൊടുത്തോണ്ട് അതിനെപ്പറ്റി അന്വേഷിക്കാനായിട്ട് പോലീസുകാര് നിത്യയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഈ പോലീസുകാരിലും മൈക്കിളിന്റെ മുഖമാണ് നിത്യക്ക് കാണുന്നത്. നിത്യ മൈക്കിളും ഒന്നിച്ചാണ് താമസിച്ചിരുന്നത്. പക്ഷെ ആ ഒരു ആക്സിഡന്റിന് ശേഷം നിത്യക്കും അറിയില്ല അവരെവിടെക്കാണ് പോയതെന്ന്. ഇപ്പോഴാണ് നിത്യയുടെ വീട്ടുകാര് അവളെ ലിവിംഗ് ടുഗദറിലായിരുന്നു, അറിയാത്തൊരു പയ്യന്റെ കൂടെ ജീവിക്കായിരുന്നു എന്നുള്ളത് മനസ്സിലാവുന്നത്. പോലീസുകാർ വന്നതുകൊണ്ട് തന്നെ അതൊരു കുഗ്രാമമായതുകൊണ്ട് നാട്ടുകാരെല്ലാവരും അവിടെ കൂടുന്നുണ്ട്. എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ നിത്യയുടെ എല്ലാ കാര്യങ്ങളും നാട്ടുകാരറിയാണ്. ഇതിനെപ്പറ്റി നാട്ടുകാർ അച്ഛനോടും അമ്മനോടും ചോദിച്ചവർക്ക് നാണക്കേടാവുന്നുണ്ട്. അച്ഛൻ ഇതേ സമയം എന്ന് പെറുപുറത്തോണ്ടിരിക്കുകയാണ്. നിത്യക്ക് ഇതെല്ലാം കേട്ട് അത് തല വേദനിക്കുന്നുണ്ട്. നിത്യയെ കണ്ട അയൽവക്കാരൊക്കെ മാറി നിന്ന് കുറ്റം പറയുന്നതും അവൾ കേൾക്കാണ്. അവളുടെ കാര്യം പറഞ്ഞ് അച്ഛനും അമ്മയും തമ്മിൽ വരെ വഴക്കാവുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ ഇനി അവിടെ നിന്നാ പറ്റില്ല എന്ന് വിചാരിച്ച് അവള് സന്ദീപിനെ വിളിച്ച് തിരിച്ച് സിറ്റിയിലേക്ക് പോകാണ്. ആക്ച്വലി മൈക്കിൾ ആണ് ലിവിംഗ് ടുഗദർ ആയിട്ട് നമുക്ക് ജീവിക്കാന്ന് ഫസ്റ്റ് ഒരു ഒപ്പീനിയൻ പറഞ്ഞത്. കാരണം പരസ്പരം അറിഞ്ഞാൽ മാത്രമേ കൂടെ ജീവിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ കുറെ തല്ല് പിടിച്ചിട്ട് കാര്യമില്ലല്ലോ എന്നാണ് അവൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവളും അതിന് സമ്മതിച്ചിട്ടാണ് അവൻ പുതുതായി പണിഞ്ഞ ആ ഒരു വീട്ടിലേക്ക് രണ്ടുപേരും താമസം മാറിയത്. നിത്യ ഇപ്പൊ പോകുന്നത് അവളുടെ ഫ്രണ്ട് ആയിട്ടുള്ള സാറയുടെ വീട്ടിലേക്കാണ്. സാറയുടെ വീട്ടിൽ അവളുടെ ഹസ്ബൻഡ് ആണ് ഉള്ളത്. അറിയാലോ നിത്യക്ക് ആ ഒരു ഹസ്ബൻഡിനെയും മൈക്കിളായിട്ട് തന്നെയാണ് കാണുന്നത്. സന്ദീപ് ഇപ്പോൾ നിത്യയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾക്ക് ഒരു ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ആപ്പിൽ ആരുടെ മുഖം സ്കാൻ ചെയ്തിട്ട് അവരുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് വെച്ചാല് പിന്നീട് അത് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിത്യക്ക് ആരാണ് തന്നോട് സംസാരിക്കുന്നതെന്നും ആരാണ് തന്റെ അടുത്തുള്ളതെന്നും അറിയാനായിട്ട് പറ്റും. ഈ ഒരു ആപ്പ് നല്ല ഹെൽപ്പ് ആവുമെന്ന് അവൾ വിചാരിക്കുന്നുണ്ട്. പിറ്റേ ദിവസം അവൾ ഓഫീസിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള എല്ലാവരെയും അവൾക്ക് മൈക്കിളിനെ പോലെയാണ് തോന്നുന്നത്. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് അറിയാനായിട്ട് ഈ മൂവിയുടെ ഫുൾ പാർട്ട് കാണാൻ താഴെയുള്ള പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.